ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷത്തെ ഹജ്ജ് വിമാന സർവീസ് ഏപ്രിൽ 18 ആരംഭിക്കും. മെയ് 5 മുതലാണ് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസ് ആരംഭിക്കുക. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിലെ തീർത്ഥാടകർ മെയ് 17 മുതൽ യാത്ര തുടങ്ങും. 2026 ഹജ്ജ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 1,75,000 ഇന്ത്യയുടെ നിലവിലുള്ള ഹജ്ജ് ക്വാട്ട. ഇതിൽ 70% തീർത്ഥാടകരും ഹജ്ജ് കമ്മിറ്റി വഴിയാണ് ഹജ്ജ് നിർവഹിക്കുക. 2 ഘട്ടങ്ങളായാണ് ഇവർക്കുള്ള വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടം ഏപ്രിൽ 18 മുതൽ മെയ് 4 വരെയാണ്. ആദ്യഘട്ടത്തിൽ 52,968 തീർത്ഥാടകരാണ് യാത്ര തിരിക്കുക. ഇവർ മദീനയിൽ വിമാനമിറങ്ങി ഹജ്ജിന് ശേഷം ജിദ്ദയിൽ നിന്ന് മടങ്ങും. ജൂൺ 2 മുതൽ 19 വരെയാണ് ഇവരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗയ, ഗോഹട്ടി, ഇൻഡോർ, ജയ്പൂർ, കൊൽക്കത്ത, ലക്നൌ, മുംബൈ, നാഗ്പൂർ, ശ്രീനഗർ, വിജയവാഡ എന്നിവിടങ്ങളിൽ നിന്നാണ് ആദ്യഘട്ട സർവീസുകൾ. മെയ് 5 മുതൽ 19 വരെയാണ് രണ്ടാം ഘട്ട ഹജ്ജ് വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിലാണ് തീർത്ഥാടകർ ഹജ്ജിന് പുറപ്പെടുക. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നാണ് രണ്ടാം ഘട്ട സർവീസുകൾ. ജിദ്ദയിൽ വിമാനമിറങ്ങുന്ന ഈ തീർത്ഥാടകർ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും. ജൂൺ 11 മുതൽ 30 വരെയാണ് മടക്കയാത്ര വിമാന സർവീസുകൾ. 58,712 പേരാണ് രണ്ടാം ഘട്ടത്തിൽ യാത്ര ചെയ്യുക. രാജ്യത്ത് പുതുതായി നടപ്പിലാക്കുന്ന 20 ദിവസത്തെ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിലെ യാത്ര മെയ് 17 മുതൽ 20 വരെയാണ്. ജിദ്ദയിൽ ഇറങ്ങുന്ന ഈ തീർത്ഥാടകർ ജൂൺ 5 മുതൽ 8 വരെ മദീനയിൽ നിന്ന് മടങ്ങും. 10,838 തീർത്ഥാടകർ പുതിയ പാക്കേജിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ നിന്നും ഇതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് അവസരം ലഭിച്ചത് 8,530 തീർത്ഥാടകർക്കാണ്. കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നാണ് സൂചന. അതേസമയം ഹജ്ജ് വിമാന സർവീസുകൾ നടത്താനായി വിമാന കമ്പനികളിൽ നിന്നും കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.